അപ്പൊ മിയ, നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് അവരുടെ കലാപരമായിട്ടുള്ള കഴിവുകൾ ഇവിടെ നമ്മളെ കാണിച്ചു. അത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഇനി നമുക്ക് അടുത്തൊരു മത്സരം എന്ന് പറയുമ്പോൾ ഒന്ന് മാറ്റി പിടിച്ചാലോ എന്ന് ഞാനിങ്ങനെ ആലോചിക്കുകയാണ്. നമുക്കൊരു ഗെയിം കൊടുത്താലോ? എങ്ങനെയാണ് അവരൊരു ഗെയിം കിട്ടിക്കഴിഞ്ഞാൽ അതിനെ എങ്ങനെയാണ് സമീപിക്കുക, അതെല്ലാം ഉള്ള ആ ഒരു വാശി കുറച്ചും കൂടി ഒരു ഫണ്ണാവുമെന്ന് എനിക്കിങ്ങനെ തോന്നുന്നു. അതുകൊണ്ട് നമുക്ക് ഈ 2 ടീം മെമ്പേഴ്സിനെ കൊണ്ട് നല്ലൊരു ഗെയിം ഇവിടെ ചെയ്യിപ്പിക്കാം. റെഡിയാണോ? 2 ഫാമിലിയിലും കുഞ്ഞിപ്പിള്ളേർ ഉള്ളത് കൊണ്ട് അവരെയും കൂടെ ഒരു ഗെയിം ആയിരിക്കും. ഭയങ്കര വലിയതൊന്നും അല്ല, എന്നാലും ഒരു കുട്ടി എന്ന ഫൺ എലമെന്റ് ആയിട്ടുള്ള ഒരു ഗെയിം ആയിരിക്കും. അപ്പൊ ഒരു ടീമിനെ ഞാൻ സപ്പോർട്ട് ചെയ്യും, ഒരു ടീമിനെ മിയ സപ്പോർട്ട് ചെയ്യും. അങ്ങനെയാണ് അതിന്റെ ഒരു രീതി. അപ്പൊ മിയെ കൂടി ഞാൻ സ്റ്റേജിലേക്ക് വിളിക്കുകയാണ്. യെസ്, അപ്പോ നമ്മൾ 2 പേരും നമ്മളൊരു ഗെയിം ഇങ്ങനെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. നമുക്ക് ടീം മെമ്പേഴ്സിനെ വിളിക്കാം. ഞാൻ സപ്പോർട്ട് ചെയ്യുന്ന ടീം രസകുടുംബം. മിയ സപ്പോർട്ട് ചെയ്യുന്ന ടീം കാത്തു സ്ക്വാഡ്. യെസ്, അപ്പോ കാത്തു സ്ക്വാഡാണ് മിയയുടെ ടീം. അപ്പോ ഈ 2 ടീം മെമ്പേഴ്സിനെയും ഞാൻ ഈ വേദിയിലേക്ക് വിളിക്കുന്നു. പ്ലീസ് ജോയിൻ വിത്ത് us. അപ്പോൾ ഇവര് പല സ്റ്റേജുകളിലും അല്ലെങ്കിൽ ഇവര് സോഷ്യൽ മീഡിയയിലൊക്കെ പാട്ടും ഡാൻസും അഭിനയവും മോൺ ആക്ട് അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. പക്ഷെ ഗെയിംസ് അങ്ങനെ നിങ്ങൾ എവിടെയും ട്രൈ ചെയ്തിട്ടുണ്ടാവില്ലേ? സുരേഷിന് പേടിയുണ്ടോ? എന്ത് പേടിയില്ലേ? പോയ ഒരു കപ്പ് കിട്ടിയാൽ ഊട്ടി, അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് പേടിയില്ലല്ലോ? എനിക്ക് പേടി, പക്ഷെ ഓടാൻ ഒരു പ്രയാസമുണ്ട്. ഞാൻ ചേച്ചിക്ക് ഷോൾ ഉണ്ട്, അതെടുത്ത് പ്രേക്ഷകരെ ബെൽറ്റ് ഇട്ടിട്ടില്ല ചേട്ടൻ. അതുകൊണ്ട് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ഞങ്ങൾ മൊത്തം ഇരുട്ടാക്കി കളയും. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കിക്കോളാം ചേട്ടന്റെ പാന്റ് ഊരിയത്. സുരേഷിയുടെ ബെൽറ്റ് ഇട്ടിട്ടില്ലേ? സെറ്റ് അല്ലേ? അപ്പൊ മക്കളും റെഡിയല്ലേ? റെഡിയാണ്. അപ്പൊ ഇവരെല്ലാവരും റെഡിയായ സ്ഥിതിക്ക് നമുക്ക് ഗെയിമിന്റെ പ്രോപ്പർട്ടീസ് വരട്ടെ. അപ്പൊ നമ്മുടെ പ്രോപ്പർട്ടീസ് വന്നിരിക്കുകയാണ്. കുറെ ബലൂൺസ് ഇവിടെ ഉണ്ട്, ഒരു റൈറ്റിംഗ് പാഡ് ഉണ്ട്, ഇവര് നിൽക്കുന്നുണ്ട്. അപ്പൊ എന്താണ് സംഭവം എന്ന് ഞാൻ പറയാം. അതായത് നമ്മുടെ 2 ടീമിലെ അച്ഛന്മാര് ബലൂൺ എടുത്തിട്ട് വീർപ്പിക്കണം. ബലൂൺ വീർപ്പിച്ചിട്ട് നിങ്ങളുടെ ഭാര്യമാരുടെ കയ്യിൽ കൊടുക്കണം. അവരത് കെട്ടും. അവരത് കെട്ടിയിട്ട് നമ്മുടെ ദുർഗക്കുട്ടിക്കും അവിടെ കേദാറിനും ആ ബലൂൺ കൊടുക്കണം. മക്കൾ 2 പേരും ഈ റൈറ്റിംഗ് പാഡിൽ ആ ബലൂൺ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ തട്ടി 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 അവിടെ ഇരിക്കുന്ന ബാസ്ക്കറ്റിന്റെ അവിടെ വരെ എത്തിക്കണം. അവിടെ നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങൾ 2 പേരും അവിടെ നിൽക്കും. അവരവിടെ എത്തുമ്പോൾ ആ ബലൂൺ വാങ്ങിച്ചിട്ട് ആ ബാസ്ക്കറ്റിലേക്ക് ഇടും. നിങ്ങൾ 2 പേരും കാത്തുക്കുട്ടിയും രുത്യമോളും അവിടെ നിൽക്കണം. ഓക്കെ, ബാസ്ക്കറ്റിന്റെ. യെസ്. അപ്പൊ നമ്മൾ ഇതാ ബോർഡ് പിടിച്ചു, 2 പേർക്കും ബോർഡ് കൊടുത്തു. ഓക്കെ, സോ റെഡി, 1 2 3 മ്യൂസിക്. ഇവന്മാരെന്തീ കാണിക്കാൻ പോകുന്നത്? കയ്യിൽ 2 ബോളൊക്കെ ഉണ്ടല്ലോ. ഞാനേ പോളിടെക്നിക് പഠിച്ചതാ. യന്ത്രങ്ങളുടെ പ്രവർത്തന രീതിയൊന്നും താൻ എന്നെ പഠിപ്പിക്കണ്ട. അത്രക്കായല്ലേ? ഉരുള ഉരുട്ടി വിഴുങ്ങണ പോലെ ഇതെന്താ വിചാരം? ഇതൊക്കെ ഒരു കലയാണ് ചേട്ടാ, കല. ഇതൊരു മറ്റൊരു ഐഡിയ ആയിപ്പോയി. ഇന്നിനി വയ്യ, നാളെ വന്ന് ബാക്കി വാങ്ങിച്ചോളാം. നിനക്ക് പറ്റൂലേ, കളഞ്ഞിട്ട് പോടേ. എനിക്ക് നീ മതിയായിട്ടില്ലല്ലേ? പിടിച്ചോ പിടിച്ചോ. ജാങ്കോ, നീ അറിഞ്ഞ ഞാൻ പെട്ടു. സമയം തീരാറായി.
ചൊറിഞ്ഞോണ്ട് 7, 8, 9, 10. Time up. Time up. Time up. ഇത് എന്തൊരു അലമ്പടേ. കണ്ണും കണ്ടൂടാ ശിവനെ ഇതില്ല. കാർത്തുകുട്ടി ഇവിടെ നിൽക്കൂ, നമുക്ക് നോക്കാം, നമുക്കൊന്ന് എണ്ണി നോക്കാം. സുരേഷ് ഏട്ടന്റെ ടീം ഞാൻ എണ്ണാം, നീ അവിടെ എണ്ണി പറയണേ. ഓക്കെ. അപ്പൊ സുരേഷ് ഏട്ടന്റെ ടീമില് 1, 2, 3, 4, 5, 6, 7, 8. ആ. നിങ്ങളോ? ദൈവമേ അവിടെ കൂടുതലായി. 1, 2, 3, എന്ത് ജയിക്കൂ? 4, 5, 6, 7, 8, 9. സൂപ്പർ. നല്ല മിടുക്കിയായിട്ട് super, കളിച്ചു. super. Well done, well done. രുദ്രകുട്ടി അടിപൊളിയായിട്ട് കളിച്ചു. വെരി ഗുഡ്, Yes. വെരി ഗുഡ്, Thank you. വെരി ഗുഡ്. കാരണം ഇവര് 8, അതായത് 2 ജസ്റ്റ് മിസ് ഉള്ളൂ. ചേട്ടന്റെ ആദ്യത്തെ ബലൂൺ വീർപ്പിച്ച ശരിയായില്ല, ആ ഷേപ്പ് ശരിയല്ലാത്തതുകൊണ്ടാണ്. അത് കറക്റ്റായി ഞാൻ എനിക്ക് എടുത്തുകൂടായിരുന്നു. അതെ. അപ്പൊ കൺഗ്രാറ്റുലേഷൻസ്. അങ്ങനെ ഈ Thank ഒരു you. ഗെയിമിൽ ഞങ്ങൾ കാർത്തു winner സ്പോർട്സ് Yeah. ജയിച്ചിരിക്കുകയാണ്. അടിപൊളി, Super, super, അടിപൊളി. super. കേദാർ ചേച്ചിയുടെ മാനം പോയില്ല. അതെ. സാരമില്ല. അഭിമാന അങ്ങനെ പ്രശ്നമല്ല. ജീവിതത്തിൽ പല കാര്യങ്ങളും തോൽവി പക്ഷെ നിങ്ങൾ സംഭവിക്കും, നല്ല ജയം നല്ല ആ ഒരു സംഭവിക്കും. കോമ്പറ്റീഷൻ സ്പിരിറ്റിൽ എടുത്ത് കാര്യങ്ങൾ ചെയ്തു. നല്ല ഫാസ്റ്റ് ആയിട്ട് തന്നെ ചെയ്തു. അവിടെ കുഴപ്പമില്ല.